ദുഷ്ടനായ ആന, മുടന്തൻ തത്ത, പിന്നെ നീലമാലാഖ. ഒരു കാട്ടിൽ രാമു എന്നു പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. അവൻ അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു. അവന് മരം തള്ളിയിടുന്നത് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ തള്ളിയിടുന്ന മരങ്ങളിൽ പാവം പക്ഷികളുടെ കൂടുകൾ ഉണ്ടായിരിക്കും. എടാ രാമുവാനെ, ഇവിടെ എന്റെ കൂടിരിപ്പുണ്ട്, നിർത്ത്, അല്ലെങ്കിൽ ഇത് താഴെ വീഴും. ഞാൻ നിർത്തില്ല. ഞാൻ ഈ മരം ഇപ്പോൾ തള്ളിയിടും. എനിക്ക് നിന്റെ കൂടൊന്നും ഒരു വിഷയമേ അല്ല. രാമു ആന വീണ്ടും മരത്തിലിടിക്കാൻ തുടങ്ങി. അപ്പോൾ ടീനുവിന്റെ കൂട് താഴെയും വീണു. അവൻ പൊട്ടിച്ചിരിച്ച് അവിടെ നിന്നും പോയി. ടീനു പക്ഷിയും കരയാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ ആ കാട്ടിലുള്ള ഒരുപാട് പക്ഷികളുടെ കൂട് നശിപ്പിച്ചു. ആ കാട്ടിൽ ഒരു വൈകല്യമുള്ള തത്തയും ജീവിച്ചിരുന്നു. അതിന് കൂടും ഉണ്ടായിരുന്നില്ല. അതിന്റെ അടുത്ത് കാലുക്കാക്ക ഇങ്ങനെ പറഞ്ഞു: നിനക്ക് സുഖമാണോ? ആ, നന്നായി പോകുന്നു. നിനക്ക് സുഖമാണോ? ഞാനും നന്നായി പോകുന്നു. നീ പറ, ഈ മരത്തിൽ നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഓർക്കുമായിരുന്നു ഈ മരത്തിൽ ഒരു കൂടങ്ങ് പണിതാലോ എന്ന്. എന്നാൽ ഞാൻ വികലാംഗനല്ലേ, ഞാനത് എങ്ങനെ ചെയ്യും? നന്നായി നീ വന്നത്. സുഹൃത്തെ, വരൂ, എന്നെ കൂട് പണിയാൻ ഒന്ന് സഹായിക്കുമോ? അതായത് സത്യത്തിൽ ഞാൻ എൻ്റെ കാക്കപ്പണ്ണനെ കാണാൻ പോവുകയായിരുന്നു. ഞാൻ പോയില്ലെങ്കിൽ അവൾ ഉറപ്പായും ദേഷ്യപ്പെടും. പക്ഷേ എന്നാൽ... അവൻ പറയുന്നത് പകുതി കേട്ട് അവിടെ നിന്നും പറന്നുപോയി. അയ്യോ ദൈവമേ, താങ്കൾ എന്തിനാണ് എന്നെ വികലാംഗനാക്കിയത്? ഞാൻ എങ്ങനെ തനിച്ച് കൂട് പണിയും? മാസങ്ങൾ പിടിക്കുമല്ലോ. മിട്ടു അപ്പോൾ കരയാറായി. പക്ഷേ അവൻ ധൈര്യം സംഭരിച്ച് ജോലി ചെയ്യാൻ പറന്നു. അവൻ പതുക്കെ പതുക്കെ മരത്തിന്റെ ചില്ലയിൽ കൂടുകെട്ടാൻ തുടങ്ങി. കൂടുകെട്ടാൻ തുടങ്ങി 15 ദിവസമായി. അങ്ങനെ ഒരു മാസത്തെ കഠിനാധ്വാനത്തിൽ അവൻ അവന്റെ കൂടും പണിതു. അവസാനം ഞാൻ എന്റെ സ്വന്തം കൂടിവിടെ പണിതു. അവൻ അവന്റെ കൂട്ടിലിരുന്ന് വിശ്രമിക്കാൻ തുടങ്ങി. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ പക്ഷികളും മൃഗങ്ങളും അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. കൊള്ളാം മിട്ടു, നിന്റെ ഈ നേട്ടം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ വിശ്വാസത്തോടെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ എത്രയും കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും ചെയ്തു തീർക്കാം. ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും കൈയടിക്കാനും തുടങ്ങി. വൈകുന്നേരമായപ്പോൾ എല്ലാവരും വീട്ടിലേക്കും മടങ്ങി. മിട്ടുവും ഉറങ്ങാൻ തുടങ്ങി. അതിരാവിലെ പതിവില്ലാതെ ദം ദം എന്ന ശബ്ദത്തോടെ മിട്ടു കണ്ണു തുറന്നു നോക്കി. അയ്യോ, ഇത് എന്താണിത്? ഇനി വല്ല ഭൂകമ്പവുമാണോ? അവൻ കൂട്ടിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ രാമുവാന അമ്മാരെ മിട്ടു ഉലയ്ക്കുന്നുണ്ടായിരുന്നു. രാമുവാനെ, ഈ മരത്തിൽ എന്റെ കൂടുണ്ട്, നിർത്ത്, അല്ലെങ്കിൽ അത് താഴെ വീഴും. അയ്യോ, നീ വേറെ ഏതെങ്കിലും മരത്തിൽ പോയി കൂട് കെട്ട്. പക്ഷേ ഞാൻ നിർത്താൻ പോകുന്നില്ല. ഞാൻ ഈ മരം മറച്ചിടുക തന്നെ ചെയ്യും. ഒരുപാട് മൃഗങ്ങളും ഒത്തുകൂടാൻ തുടങ്ങി. അങ്ങനെ മരത്തിന്റെ കൂടെ തന്നെ മിട്ടുവിന്റെ കൂടും താഴെ വീണ് നശിച്ചുപോയി. മിട്ടുവിന്റെ ചങ്കും തകർന്നു. ദുഷ്ട രാമുവാനെ, ഞാനൊരു വികലാംഗനായ തത്തയാണ്. ഞാൻ ഈ കൂട് ഒരു മാസം രാവും പകലും കഷ്ടപ്പെട്ട് പണിതതാണ്. പക്ഷേ നീ അതൊന്നും കാര്യമാക്കാതെ എന്റെ കൂട് നശിപ്പിച്ചല്ലോ. അയ്യോ അയ്യോ, നിർത്ത് നിന്റെ അഭിനയം. ഞാൻ ഈ കാട്ടിലെ എല്ലാ പക്ഷികളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂട് കെട്ടാനേ പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മരം വീഴുമ്പോൾ തകരില്ലല്ലോ. നിങ്ങളിത് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കൂ. നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കൂട് തകരുന്നത് നിങ്ങൾക്ക് എന്നും ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റും. ആ ദിവസത്തിനു ശേഷം മിട്ടു 2 ദിവസത്തേക്ക് ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. അങ്ങനെ ഒരു ദിവസം സോനുപ്രാവ് ആ കാട്ടിലേക്ക് വന്നു. മിട്ടു പ്രേതമായി മാറി. അവന്റെ ആത്മാവ് അലഞ്ഞു തിരിയുന്നു. എല്ലാ മൃഗങ്ങളും സൂക്ഷിച്ചുകൊള്ളൂ. പതുക്കെ പതുക്കെ ഈ വാർത്ത കാട് മുഴുവൻ പരന്നു. രാമു ആനയുടെ ചെവിയിലും എത്തി. മിട്ടു എന്നു മുതൽ മാഞ്ഞുപോയോ? ഈ വിഡ്ഢികളായ മൃഗങ്ങളെല്ലാവരും അവന്റെ ആത്മാവ് അലഞ്ഞു തിരിയുന്നു എന്ന് പറയുന്നു. എനിക്ക് പേടിയില്ല. അടുത്ത ദിവസം രാമു ആന നദിക്കരയിൽ വെള്ളം കുടിക്കാൻ പോയി. അവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. അയ്യോ, ഇവിടെ മുഴുവനും ചെറിയ മരങ്ങളാണല്ലോ. ഇത് തള്ളിയിടാൻ ഒരു സുഖമില്ലല്ലോ. നീ മരം തള്ളിയിടുന്നത് നിർത്തൂ രാമുവാനെ, അല്ലെങ്കിൽ മിട്ടുവിന്റെ ആത്മാവ് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല.
മിട്ടുവിന്റെ ആത്മാവ്, മിട്ടുവിന്റെ ആത്മാവ്. ഇങ്ങനെ പറഞ്ഞ് രാമു ആന ആ മരത്തിലിരിക്കാൻ തുടങ്ങി. അതിൽ മൈനയുടെ കൂടുണ്ടായിരുന്നു. നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ. എടാ രാമു ആനെ, എന്റെ കൂടിരിക്കുന്ന മരം എന്തിനാ ഇടിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് മിട്ടുവിന്റെ ആത്മാവ് ഇവിടേക്ക് വരുമെന്ന്? വിളിക്കൂ മിട്ടുവിന്റെ ആത്മാവിനെ. ഇത് പറഞ്ഞ് അവൻ വീണ്ടും ഇടിക്കാൻ തുടങ്ങി. രാമുവാനെ, നിർത്തു നീ. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കേ മിട്ടു ആ മരത്തിൽ വന്നിരുന്നു. നിന്റെ ഈ ദുഷ്ടത കാരണമാണ് എന്റെ കൂട് തകർന്നത്. അത് കാരണം എന്റെ ജീവനും നഷ്ടമായി. ഇനിയും നീ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷയും തരും. ഓഹോ, നീ മരിച്ചുപോയല്ലേ? ഇപ്പോൾ എന്റെ മുൻപിലുള്ളത് നിന്റെ ആത്മാവും. ആ ശരി, ആത്മാവായി വന്ന് നീ എന്നെ പാഠം പഠിപ്പിക്കുമല്ലേ? എന്നാൽ എന്തിനാ നീ താമസിക്കുന്നത്? ശരി, നീ ഇപ്പോൾ കണ്ടോ? അവനോട് ഇങ്ങനെ പറഞ്ഞ് രാമു ആന പറന്നു മുകളിലേക്ക് വന്നു. എന്തോ ഇത്? ഞാൻ മുകളിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? എല്ലാവരും ഇത് കണ്ട് ഞെട്ടിത്തെറിച്ചു. രാമു ആന കാറ്റിൽ പറന്നു പറന്ന് നദിയുടെ മുകളിലേക്ക് പോകാനും തുടങ്ങി. ഞാനിപ്പോൾ നിന്നെ വെള്ളത്തിലേക്ക് മുക്കാൻ പോവുകയാണ്. നീ അതിന്റെ അകത്ത് കിടന്ന് ചാകും. അയ്യോ വേണ്ട മിട്ടു, മിട്ടു എന്നോട് ക്ഷമിക്കൂ, മാപ്പ് തരൂ. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. ഞാൻ നിന്റെ കൂട് തകർത്തത് വളരെ വലിയ തെറ്റായിപ്പോയി. നീ പറ, ഞാനെന്തിനു നിന്നെ വെറുതെ വിടണം? നീ ചാകേണ്ടവൻ തന്നെയാണ്. എനിക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഞാൻ വാക്ക് തരാം. ഞാൻ എത്രയെത്ര പക്ഷികളുടെ കൂടുകൾ നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ അവർക്ക് എല്ലാവർക്കും പണിത് കൊടുത്തോളാം. ഇനി ഒരിക്കലും ഒരു മരവും ഞാൻ തള്ളിയിടില്ല. പ്ലീസ് എന്നെ വെറുതെ വിടൂ. ഇങ്ങനെ പറഞ്ഞ് രാമു ആന തറയിലേക്കും വന്നു നിന്നു. പോയി ടീനു പക്ഷിക്ക് ഒരു പുതിയ കൂട് പണിത് കൊടുക്ക്. ഓഹോ, ഞാൻ ഇപ്പോൾ തന്നെ പോവാം. ഇങ്ങനെ പറഞ്ഞ് രാമു ആന അവിടെ നിന്നും ഓടിപ്പോയി. എന്നോട് ക്ഷമിക്കൂ ടീനു, നിന്റെ കൂട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അതിനു പകരം ഞാൻ പുതിയ കൂട് നിനക്ക് പണിതു തരാം. ഇത് കേട്ടപ്പോൾ ടീനുവിനും സന്തോഷമായി. ആനയും വിറകുകൊള്ളി ശേഖരിക്കാൻ അവിടെ നിന്നും പോയി. ഏയ് മിട്ടു, നീ സത്യത്തിൽ മരിച്ചുപോയോ? അയ്യോ ഇല്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ രാമു ആനയെ നീ എങ്ങനെയാണ് കാറ്റിൽ പറത്തിയത്? അത് ചെയ്തത് മിട്ടുവല്ല, ഞാനാണ്. അവന്റെ കൂട് തകർന്നപ്പോൾ അവൻ കരയുന്നത് കണ്ടു. ഞാനപ്പോൾ അവന്റെ അടുത്തേക്ക് പോയി. അവൻ എല്ലാം അപ്പോൾ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാനൊരു പ്ലാനും ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അവന്റെ കൂടെ വന്ന് രാമു ആനയെ ഒരു പാഠവും പഠിപ്പിച്ചു. നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ് നീലമാലാഖി. ഇത് കേട്ട് നീലമാലാഖയും മാഞ്ഞുപോയി. അപ്പോൾ രാമു ആനയും അവിടെ വന്നു. മിട്ടു, ഞാൻ ടീനുവിന് കൂട് പണിത് കൊടുത്തു. ഇനി നിനക്ക് കൂട് പണിയാൻ തുടങ്ങാം. അതുപോലെ ഇതിനുശേഷം എല്ലാ പക്ഷികൾക്കും കൂടുണ്ടാക്കാതെ ഞാൻ ഇനി വിശ്രമിക്കില്ല. ശരി, പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ അയ്യോ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇത് കേട്ട് രാമു ആന അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഉറക്കെ ചിരിച്ചുകൊണ്ട് മിട്ടുവിനെ അഭിനന്ദിക്കാൻ തുടങ്ങി. രാമു ആന എല്ലാ പക്ഷികൾക്കും കൂടുണ്ടാക്കാനും തുടങ്ങി. അവൻ ഒരിക്കലും മനസ്സിലാക്കിയതേയില്ല മിട്ടു സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്.